ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇപ്പോൾ തിയേറ്ററുകളിലെ വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ മലയാളം റെക്കോർഡ് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ്. അതോടൊപ്പം തന്നെ ഇന്ന് ഞായറാഴ്ച ദിവസത്തെ സിനിമയുടെ കേരള തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട്. ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും സിനിമ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുക്കാൻ സാധ്യതയുള്ള എസ്റ്റിമേറ്റ് കളക്ഷൻ എല്ലാം തന്നെയാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ കേരള തമിഴ്നാട് ഇന്നത്തെ പ്രീസെയിൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ശനിയാഴ്ച പ്രീസെയിൽ പോലെ തന്നെ കേരളത്തിനെ കടത്തിവിട്ടിരിക്കുകയാണ് തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ. കേരളത്തിൽ ഇന്ന് ഞായറാഴ്ചത്തെ പ്രീസെയിൽ കളക്ഷനായിട്ട് പുറത്തു വന്നിരിക്കുന്നത് 1,75,00,000 രൂപയാണെങ്കിൽ തമിഴ്നാട്ടിൽ അത് 2,35,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ ശനിയാഴ്ചത്തെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷനേക്കാൾ മുകളിലാണ് ഇന്ന് ഞായറാഴ്ച സിനിമയുടെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ. അപ്പോൾ ശനിയാഴ്ച തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 4,70,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 5 കോടിയല്ല 6 കോടിക്ക് മുകളിലെല്ലാം തന്നെ പ്രതീക്ഷിക്കാമെന്ന ഈ ഡാറ്റയിൽ നിന്ന് വ്യക്തമാകുന്നു. ഇന്ന് വൻ തരംഗമായിട്ട് സിനിമ മുന്നേറുകയാണ് എന്ന് അർത്ഥം. അത്രത്തോളം വമ്പൻ വരവേൽപ്പാണ് തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ ഒരു മലയാളം സിനിമ കൂടിയായ മഞ്ഞുമൽ ബോയ്സിന് ഒരു ഡബ് വെർഷന്റെ സഹായവും ഇല്ലാതെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇതിനിടയിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇന്നത്തോടെ തമിഴ്നാട്ടിൽ നിന്നും 15 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ വരെയുള്ള 10 ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പ്രകാരം ഇന്നലെയോടെയാണ് സിനിമ 10 കോടി രൂപയ്ക്ക് മുകളിൽ ഡബിൾ ഡിജിറ്റ് കളക്ഷനിലേക്ക് അന്യസംസ്ഥാനമായ തമിഴ്നാട്ടിൽ കടന്നത്. ഇതോടെ ലാലേട്ടന്റെ 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ വൈശാഖിന്റെ പുലിമുരുകൻ എന്ന സിനിമയ്ക്ക് ശേഷം ഒരു വമ്പൻ നേട്ടം മഞ്ഞുമൽ ബോയ്സ് നേടിയെടുത്തിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഒരൊറ്റ സംസ്ഥാനത്ത് നിന്ന് മാത്രം ആദ്യത്തെ 10 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് ലാലേട്ടന്റെ പുലിമുരുകൻ. തെലുഗു സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു ഈ നേട്ടം ഡബ് വെർഷന്റെ സഹായത്തോടെ അന്ന് 2016 പുലിമുരുകൻ നേടിയെടുത്തത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഒട്ടനേകം സിനിമകൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തരംഗമായെങ്കിൽ പോലും ഒരൊറ്റ സംസ്ഥാനത്ത് നിന്ന് മാത്രം 10 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ ഒരു സിനിമയ്ക്കും പിറന്നില്ലായിരുന്നു. ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ തമിഴ്നാട്ടിൽ നിന്നും 10 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്തതോടെ പുലിമുരുകന് ശേഷം ആ നേട്ടം മഞ്ഞുമൽ ബോയ്സ് കൂടി നേടിയെടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലെ മഞ്ഞുമൽ ബോയ്സ് പുലിമുരുകന്റെ ഒരു റെക്കോർഡ് കൂടി ഇന്നത്തെ കളക്ഷനോടെ മറികടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമ പുലിമുരുകനായിരുന്നു. അത് ഇന്ന് വരെ 20 കോടിയോളം രൂപയായിരുന്നു 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സ് 10 ദിവസങ്ങൾ കൊണ്ട് 14 കോടി 50 ലക്ഷം കളക്ഷൻ നേടിയെടുത്തതോടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഇന്നത്തെ കളക്ഷനോടെ 20 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടതോടെ പുലിമുരുകന്റെ ആ ഒരു റെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കൂടി മഞ്ഞുമൽ ബോയ്സ് മറികടക്കുകയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മോളിവുഡിന്റെ വലിയൊരു വളർച്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ റിപ്പോർട്ടുകൾ.